അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? നമ്മൾ ഇന്ന് എത്രയാണ് വെയിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇന്ന് എന്തൊക്കെ കഴിച്ചു എന്നൊക്കെ ഉള്ളത് ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വെയിറ്റ് കുറയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട്. ഞാൻ കാണുന്ന കമൻറ്റുകൾക്കൊക്കെ റിപ്ലൈ തരുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ചില കമൻറ്റുകൾ എനിക്ക് കാണുന്നില്ല കേട്ടോ. എനിക്ക് എന്താ അറിയില്ല, എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാ കമൻറ്റും കാണുന്നില്ല. ഞാൻ ആ വീഡിയോ എൻ്റെ ഫോണിലിട്ടിട്ട് അതിൻ്റെ താഴെ വന്ന് നോക്കിയാലേ കമൻറ്റ് കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ കാണുന്ന കമൻറ്റുകളൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പം പിന്നെ എന്നെ നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ ID ശ്രുതി സലാം എന്നാണ്. അപ്പോൾ അതിൽ മെസ്സേജ് ചെയ്താൽ നമുക്ക് നേരിട്ട് സംസാരിക്കുക ചെയ്യാം കേട്ടോ. അപ്പം ഇതാ ഞാൻ രാവിലെ എഴുന്നേറ്റ് വെയിറ്റൊക്കെ നോക്കിയിട്ടുള്ള വരവാണ്. നേരെ കിച്ചണിക്ക് ഓടുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. രാവിലെ എഴുന്നേറ്റ് പാടനെ ഞാൻ നല്ല രീതിയിൽ വെള്ളം കുടിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് എന്നും പറയണത് വെള്ളം കുടിക്കുന്ന കാര്യമെന്ന്? പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ വെള്ളം കൂടി അധികം കുടിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ ഇങ്ങനെ ഡയറ്റൊക്കെ ചെയ്യൽ തുടങ്ങിയതിന് ശേഷമാണ് നന്നായിട്ട് വെള്ളം കുടിക്കൽ. അത് കാരണം മറക്കും. നമ്മൾ അങ്ങനെ എപ്പോഴും വെള്ളം കുടിക്കുന്ന ആൾക്കാരൊന്നും ആവില്ലല്ലോ. അപ്പോൾ ചിലർക്കാണെങ്കിൽ വെള്ളം കുടിക്കണം എന്നുണ്ടെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് കുടിക്കണം. ഇവിടെ എൻ്റെ ഹസ്ബൻഡിനൊക്കെ വെള്ളം മാത്രം അങ്ങനെ കുടിക്കണം ഭയങ്കര മടി കേട്ടോ. എന്തെങ്കിലും ക്ഷീണിച്ച് പുറത്തുനിന്നൊക്കെ വന്ന് ദാഹിച്ച് വരികയാണെങ്കിൽ എന്തായാലും ഒന്ന് നാരങ്ങ വെള്ളം കലക്കി തരുമെന്ന് ചോദിക്കുക. അപ്പോൾ അങ്ങനെയൊന്നും കുടിക്കാൻ പറ്റില്ല. നാരങ്ങ വെള്ളം കുടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഉപ്പിട്ടൊക്കെ കുടിക്കാം. അല്ലെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ പാടെ ഒരു അത്യാവശ്യം വെള്ളം കുറേശ്ശെ ഒരു 10 മണി വരെ നമുക്ക് ഇങ്ങനെ കുടിക്കുന്നത് നമ്മളെ വയറിനും നമ്മുടെ ശരീരത്തിനും ഒക്കെ നല്ലതാണ്. മൊത്തത്തിൽ ക്ലീൻ ആവാൻ, നമ്മൾ വയറൊക്കെ ക്ലീൻ ആവാനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. പിന്നെ ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാനും ഒരുപാട് മൂത്രമൊഴിച്ച് പോകാനും ഒക്കെ നല്ലതാണ് വെള്ളം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും വെള്ളം കുടിക്കാൻ മറക്കാതിരിക്കുക. കയ്യിൽ എപ്പോഴും വെള്ളം കൊണ്ടുപോകാൻ. ഞാൻ എങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും ഞാൻ വെള്ളം എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കുടിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദോശയും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഉള്ളിയൊക്കെ ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുട്ട റോസ്റ്റ് പോലെ അങ്ങനെ ഉണ്ടാക്കാണ്. കുറച്ച് മതിയല്ലോ. അപ്പം എനിക്കും പിന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരം എപ്പോഴെങ്കിലും കഴിക്കാമെന്ന് കരുതി മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. എന്തായാലും കറി റെഡി ആയപ്പോൾ തന്നെ ഇതും വന്നു കേട്ടോ. കാരണം ഞാനിങ്ങനെ ഒരു 8:30 കഴിയും കിച്ചൺ കണ്ട് എത്താൻ. ഓള് വരുമ്പോക്കിനൊക്കെ റെഡി ആവുള്ളൂ. പിന്നെ ഓള് വന്ന് യൂണിഫോമൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ആകുമ്പോക്കിനൊക്കെ ഉണ്ടാവും. ആകെ ഒരു 4-5 ചുട്ടാൽ പോലെ നേരത്തെ തണുത്തിങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കറി സെറ്റായി. ഇതും വന്നിട്ട് പിന്നെ എന്തൊക്കെയോ വിശേഷങ്ങൾ, മദ്രസ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓക്ക് പിന്നെ ഞാൻ ദോശയൊക്കെ ചുട്ട് കൊടുത്ത് ഇനി സ്കൂൾക്ക് പറഞ്ഞേക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളെ കമൻറ്റിലുണ്ടായിരുന്നു മോളുവിൻ്റെ ഡയറ്റിനെ പറ്റി പറയാനും അതൊക്കെ. അപ്പോൾ ഓളത് സത്യം പറഞ്ഞാൽ ഓളെ ചാനൽ ഇടാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാതെ ഇരുന്നത് കേട്ടോ. ഓക്കാണെങ്കിൽ ഇപ്പോൾ ഐറൂസിനായിട്ട് പറ്റുന്നില്ല. പണികൾ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാനും പറയാനും ഒക്കെ ആയിട്ട് കഴിയുന്നില്ല. പിന്നെ ഓൾ എടുത്ത് വെച്ചിട്ടുണ്ട്, വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് എല്ലാം ശരിയായിട്ടുണ്ട്. പക്ഷേ ഒന്ന് പിന്നെ വോയിസ് കൊടുത്ത് അപ്ലോഡ് ആക്കാനൊന്നും നോക്കി ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇങ്ങനെ വൈകി പോണത്. അപ്പോൾ ഓള് വെയിറ്റ് ലോസ് തുടങ്ങുന്ന സമയത്ത് എന്താ വെച്ചാൽ 85 കിലോനുണ്ടായിരുന്നു, 85 സംതിങ് ഉണ്ടായിരുന്നു. നല്ല വണ്ണുള്ള സമയം. ഓള് ആദ്യം ഒരു 60ൻ്റെ മുകളിൽ പോവാത്ത ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ പ്രസവശേഷമാണ് 85. അത് നമ്മൾ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നൊരു കാര്യമായിരിക്കും. എന്നാലും പുതുതായിട്ട് വന്ന ആൾക്കാർ 1-2 ആൾക്കാർ ചോദിച്ചതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കാര്യം പറയണത്. അപ്പോൾ അങ്ങനെ ഓള് സ്ട്രിക്റ്റായിട്ട് അങ്ങോട്ട് തുടങ്ങി. അരിഭക്ഷണം, പഞ്ചസാര എല്ലാം അങ്ങോട്ട് ഒഴിവാക്കി. അരിഭക്ഷണം തീരെ തൊടുന്നത് തന്നെ ചെയ്തിട്ടില്ല. ഒരു കീറ്റോ ലെവലിലുള്ള ഒരു ഡയറ്റ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ കീറ്റോ ആണെന്ന് പറയാനും പറ്റില്ല. കാരണം രാവിലെ ഒരു എഴുന്നേറ്റ് ഒരു ഇൻ്റർമീഡിയൻ്റ് ആണ് സത്യം പറഞ്ഞാൽ. ഇൻ്റർമീഡിയൻ്റ് പോലെ തന്നെയാണ് അവൾ ചെയ്തത്. പിന്നെ രാവിലെ ഒരു 11 മണി 12 മണിയൊക്കെ ആവും ഫുഡ് കഴിക്കാനായിട്ട്. അതുവരെ വെള്ളം മാത്രമേ കുടിക്കുള്ളൂ. പിന്നെ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. 1 മണിക്കൂർ മീതെ അവൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അവൾ ഹസ്ബൻഡ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അതും ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ വർക്കൗട്ടിന് കയറുന്നതിൻ്റെ മുന്നേ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തോ ഒരു കട്ടൻ കാപ്പി, ഒരു മുട്ട, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഓട്സിൻ്റെ കഞ്ഞി പോലെയുള്ള അതല്ല അതെന്തോ ഒന്ന് കുറച്ച് കുടിച്ചിട്ട്, അല്ലെങ്കിൽ റോബസ്റ്റ പഴമോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ടാണ് ഓള് പിന്നെ വർക്കൗട്ടിന് നിൽക്കാറ് കേട്ടോ. അത് കഴിഞ്ഞോളൂ വന്ന് പിന്നെ ഓളെ ഹസ്ബൻഡ് ഓനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഓനെ പറഞ്ഞയച്ചതിന് ശേഷമാണ് പിന്നെ ഓള് ഫുഡ് കഴിക്കുക. അത് കറക്റ്റ് എന്തായാലും ഓള് കഴിക്കാറ് എഗ്ഗും അതിലേക്ക് എന്തെങ്കിലും ബീഫോ അല്ലെങ്കിൽ ചിക്കനോ അങ്ങനെ എന്തെങ്കിലും കഴിക്കും. പിന്നെ തൈര്, കക്കരിക്ക അങ്ങനെ അത് അത്യാവശ്യം ഓള് ഹെവി ആയിട്ട് അങ്ങനെ ഇരുന്ന് വയറ് നിറച്ച്
കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഓള് കഴിക്കണത് പിന്നെ ഒന്നും കഴിക്കാതെ ഓള് കഴിക്കുക പിന്നെ ഒരു 6 മണി 7 മണി ആ ഒരു സമയത്താണ്. 6 മണിക്ക് അല്ലെങ്കിൽ 7 മണി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അധികം 5 മണീന് മുന്നേ ഓള് നിർത്തും. അപ്പോൾ അവിടുന്ന് പിന്നെ ഐറൂസിനൊക്കെ ഫുഡ് കൊടുത്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ ഓൾക്ക് സമയം വൈകിയ ഒരു 7 മണിയൊക്കെ ആവും. അങ്ങനെ ആ സമയത്തോള് ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ അല്ലെങ്കിൽ കക്കരിക്ക അല്ലെങ്കിൽ റോബസ്റ്റ പഴം, ആപ്പിള്, പിന്നെ അങ്ങനെ കലോറി കുറഞ്ഞ വത്തക്ക, അതേപോലെ പപ്പായ അങ്ങനെയൊക്കെയുള്ള ഫ്രൂട്ട്സുകൾ അതും ഒക്കെ കൂടെ ഒരു ദിവസം കഴിക്കില്ല. കുറച്ച് ഓരോ ദിവസവും ഓരോന്നായിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ കഴിക്കാറ്. അങ്ങനെയാണ് ഓള് 4 മാസം ചെയ്തിട്ടാണ് പിന്നെ ഓളിങ്ങനെ വെയിറ്റ് കൊണ്ട് നല്ല വർക്കൗട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു രീതിയിൽ 2 നേരം ഫുഡും കഴിച്ചിട്ട് തന്നെയാണ് ഓള് ചെയ്തത്. അപ്പം ഇനി അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഓള് ഇടുമായിരിക്കും. ഇടാനൊക്കെ ഒരു ടൈം കിട്ടാത്തതുകൊണ്ടാണ്. ചെറിയ ഐറൂസ് ഉണ്ടാകുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ചെറിയ മക്കളുണ്ടാകുമ്പോഴുള്ള ബുദ്ധിമുട്ട് അറിയാലോ. എന്തായാലും ഇനി നമ്മുടെ കാര്യത്തിൽ കിടക്കാൻ ഞാൻ ചോദിച്ചതുകൊണ്ട് അതിലൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് 2-3 മാസം കൊണ്ട് റിസൾട്ട് കിട്ടും. വേറെ ഒന്നും നമ്മൾ ഇടനേരം കഴിക്കുക ഒന്നും ചെയ്യുന്നില്ല അവൾ. പിന്നെ ഇടയ്ക്കും ഈ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് ബദാമും നട്ട്സുകളും ഒക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അരിഭക്ഷണം പഞ്ചസാര അവൾ തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പം കുറച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം വെയിറ്റ് 61 ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അവളിപ്പോൾ എല്ലാം കുറേശ്ശെ കഴിച്ച് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള കുറുക്കി എടുത്ത് ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. 1.5 കപ്പ് പിന്നെ വെള്ളം വെച്ചിട്ട് അത് കുറുക്കി ഒരു കപ്പ് ചായ ആക്കി എടുക്കും. ആ ചായയും പിന്നെ മധുരം ഇച്ചിരി ഇടുള്ളൂ കേട്ടോ. അതിനിട്ടത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മധുരം ഇട്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടലേ ഞാൻ ഇടാറുള്ളൂ. എനിക്ക് ആദ്യം മധുരം ഓവറായിട്ട് ചായയിൽ ഇഷ്ടമല്ല കേട്ടോ. പക്ഷേ നമ്മൾ കഴിക്കുമ്പോൾ ജിലേബി, മധുരമുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചായയിൽ എനിക്ക് അങ്ങനെ മധുരം ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇടുള്ളൂ കേട്ടോ. അതും പിന്നെ 2 മുട്ട, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ വിശപ്പുള്ളതുകൊണ്ട് ഞാൻ 2 മുട്ട പുഴുങ്ങിയത് കഴിച്ചു. അതിലേക്ക് രാവിലെ ഉണ്ടാക്കിയ ഉള്ളി ഉണ്ടല്ലോ അതൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് തന്നെ കഴിച്ചു. വയറ് നിറഞ്ഞിട്ട് മുട്ട കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വയറ് നിറയില്ലേ. അതിലേക്ക് ചായയും കൂടെ കുടിക്കുമ്പോൾ രാവിലെ നമ്മൾ 2 മുട്ട കഴിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ശീലമാണ്. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും എന്തൊക്കെ വന്നാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് 2 മുട്ട കഴിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള കാര്യമാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അതിനിപ്പോൾ അങ്ങനെ മുട്ട മാത്രം കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു ദോശ അങ്ങനെ എന്തെങ്കിലും ഒന്നൊക്കെ ഇട്ടിട്ട് മുട്ട ആഡ് ചെയ്തിട്ട് നമുക്ക് മുട്ടക്കറിയൊക്കെ ആയിട്ട് കഴിക്കുന്നത് നല്ലതാണ് വയറിനെന്നൊക്കെ ഞാൻ കേട്ട കാര്യം പറയുന്നത് കേട്ടോ. പക്ഷേ എനിക്കെപ്പോഴും തോന്നാറുണ്ട് നല്ല നമ്മൾ ഈ മുട്ട എന്ന് പറയുന്നത് നമ്മളെ മെറ്റബോളിസം കറക്റ്റ് ആകാനും അതേമാതിരി വെയിറ്റ് ലോസ് നമുക്ക് നന്നായിട്ട് ഉണ്ടാവാനും സഹായിക്കുന്ന ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മളെ ഫുഡിൽ ഒരു പുഴുങ്ങിയ മുട്ടയൊക്കെ ആഡ് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ വെയിറ്റ് ലോസിന്. അങ്ങനെ ഞാൻ പാത്രങ്ങളൊക്കെ പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ എല്ലാ പാത്രങ്ങളൊക്കെ കൂടെ സിങ്കിൽ കൊണ്ടുപോയിട്ടിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ പാത്രം കഴുകാൻ നിൽക്കുക കേട്ടോ. അവിടെ ക്ലീനിങ് വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ട് 1-2 കമൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതങ്ങോട്ട് ഇടാനൊരു അവസരം കിട്ടായിട്ടാണ് ഞാൻ എങ്ങനെയാണ് വീട് ക്ലീൻ എപ്പോഴൊക്കെയാണ് ക്ലീൻ ചെയ്യാറുള്ളത് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. എന്നാൽ ഞാനതൊക്കെ ക്ലീൻ ചെയ്ത ശേഷം ഇത് കുറച്ച് എനിക്ക് പിന്നെ തോന്നി ഞാൻ കുറേ ദിവസം നട്ട്സൊക്കെ കഴിച്ചിട്ട് ഇന്ന് അപ്പോൾ ഞാൻ 4-5 ബദാമും അതുപോലെ 3 ഈത്തപ്പഴം, ഒരു 3 പിന്നെ എന്താ പറയുക അണ്ടിപ്പരിപ്പ്, ഈ 3 സാധനങ്ങൾ ഞാൻ ചുടുവെള്ളം പറഞ്ഞ് വെച്ചതാണ് കേട്ടോ. കുറച്ച് തിളച്ച വെള്ളം ഫ്ലാസ്ക് എന്ന് ഒഴിച്ച് വെച്ചത്. അതൊന്ന് നന്നായിട്ട് പൊതിർന്നോട്ടെ എന്ന് കരുതിയിട്ട് വൈകുന്നേരം അതിലേക്ക് എന്തെങ്കിലും ഫ്രൂട്ട് ഇട്ടിട്ട് ഒന്ന് ഷേക്കായിട്ട് കുടിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് നമുക്കാണെങ്കിൽ ഫുഡ് ഇന്ന് ഉച്ചക്ക് ലഞ്ചിന് കൊണ്ടുവന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ മീനും ചിക്കനും കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മീനെടുത്ത് നാളെ ചിക്കൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് 2 ഒന്ന് കഴുകി വൃത്തിയാക്കണം. ചിക്കൻ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് 2 പാത്രത്തിലാക്കി ഫ്രീസർക്കട് കയറ്റി വെച്ചു. ഇന്ന് നമുക്ക് മീൻ എടുക്കാമെന്ന് കരുതി. അപ്പം ഞാൻ മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എന്താ പറയുക മസാല തേച്ച് വെച്ച് പൊരിക്കാൻ പറ്റുന്ന ടൈപ്പ് മീനല്ലേ. മീൻ കറി വെക്കുന്നേക്കാൾ ടേസ്റ്റ് എനിക്ക് തോന്നുന്നു എന്തൊരു പൊരിക്കായിരിക്കുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് ആവശ്യത്തിനുള്ള മാത്രം വറുത്തെടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്കുള്ളത് മാത്രമേ ഞാൻ അവിടെ വറുത്തിടും. 3 മീനെടുത്ത് വറുത്തു. പിന്നെ ഇന്ന് കുറച്ച് ചിക്കൻ്റെ അമ്മ വന്നപ്പോൾ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ചൂടാക്കി വെച്ചു. പിന്നെ ഹസ്ബൻഡിനാണ് ഈ നെഞ്ചരിച്ചിലുള്ളതുകൊണ്ട് പഴയ ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ മൂപ്പരത് കഴിക്കില്ല. അപ്പോൾ എനിക്ക് അത് കഴിക്കാമെന്ന് കരുതി അത് എടുത്തിട്ട് ചൂടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ദോശ ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഫ്രിഡ്ജിലുള്ള ദോശയല്ലേ ചെറുപയറിൻ്റെ നല്ല ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല ഹെൽത്തി ആണ്. സത്യം പറഞ്ഞാൽ ഇത് കഴിച്ചിട്ട് നമുക്ക് പിന്നെ കുറേ നേരത്തിൽ വിശപ്പ് ഉണ്ടാകുന്നില്ല. നല്ല പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് വിശപ്പ് കുറവാണ്. അപ്പോൾ ഞാൻ ഇത് എടുത്തു. പിന്നെ ആ ചിക്കനാണ് കേട്ടോ ചൂടാക്കി. ഞാൻ പറഞ്ഞില്ല നേരത്തെ എൻ്റെ അമ്മ കൊണ്ടുവന്ന ചിക്കനായിരുന്നു. അപ്പോൾ അതെന്താ വെച്ചാൽ ബിരിയാണിത്തെ എന്തോ ചിക്കനാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു കളർ കേട്ടോ. അപ്പോൾ ഞാൻ അത് മാത്രം ചൂടാക്കി അങ്ങനെ 2 ദോശയും ചുട്ട് നല്ല അടിപൊളിയായിട്ട്. പിന്നെ ആ
ഒരു മീൻ കാണുന്നത്. ഇതുമ്മുൻ്റെ മീനിൻ്റെ തലേനുള്ളൂ. ഇതുമ്മ സ്കൂളിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഉച്ചക്ക് ഒരുമിച്ചാണ് കേട്ടോ കഴിക്കുന്നത്. അതാ ഞാൻ ഈ ദോശയും ആ ചിക്കനും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തിട്ടതാണ്. അപ്പോൾ ഇതിൽ തന്നെ അത്യാവശ്യം നമ്മൾ എല്ലാ കുറേ ഒരുവിധം വിറ്റാമിൻസുകൾ ഇതിലുണ്ട്. അതായത് നമ്മൾ ചെറുപയറുണ്ട്, ഉഴുന്നുണ്ട്, ഉലുവുണ്ട്, പിന്നെ പ്രോട്ടീൻ ആണെങ്കിൽ നമ്മൾ ചിക്കൻ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇതാണ് കേട്ടോ കഴിച്ചത്. പിന്നെ നമ്മൾ വെയിറ്റ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് 91.5 നമ്മൾ ഇന്നലെ 90.8 കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇതാ 200 ഗ്രാം കൂടിയിട്ടുണ്ട്. അതിപ്പോൾ അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് നിൽക്കും അല്ലേ, അങ്ങനെ വെയിറ്റ് അങ്ങനെയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നിൽക്കും. പക്ഷേ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, നമ്മളത് തുടർന്നുകൊണ്ടേക്കുക. വെയിറ്റ് കൂടുമ്പോൾ സങ്കടപ്പെടരുത്. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് ഇതുപോലെ ചെയ്യുക. ചിലപ്പോൾ എന്തെങ്കിലും കാരണോട് അങ്ങോട്ടൊക്കെ നിൽക്കും. അപ്പോൾ നമ്മളതങ്ങനെ തുടർന്ന് പോവുക. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ജ്യൂസ് അടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് തീരെ വിശപ്പില്ല കേട്ടോ. ഇത് കഴിച്ചതോടുകൂടി എൻ്റെ വയറ് ഫുള്ളായി. അതുകൊണ്ട് ഞാൻ പിന്നെ ജ്യൂസ് കുടിച്ചില്ല. ഞാൻ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചു. എനിക്ക് പിന്നെ കഴിക്കാനേ തോന്നിയില്ല കേട്ടോ. അത്രയും വയറ് ഫില്ലായി. വൈകുന്നേരം വരെ വയറ് ഫില്ലായി നിൽക്കുകയാണ്. പിന്നെ വൈകുന്നേരം അതാ ഒരു 4 മണിക്ക് ആ സമയത്താണ് മോള് വന്നത് കേട്ടോ. പിന്നെ മോള് വന്നപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയപ്പം ഇച്ചിരി ഉണ്ടാക്കിയപ്പോൾ ഇത്തിരി ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്നാക്സൊക്കെ കൊണ്ടുവന്ന്, പക്ഷെ അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഞങ്ങളത് കഴിച്ചു. ഓളിപ്പോൾ ഇതാ ഒരു 6:15 ആ സമയത്തോട് മടങ്ങിപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ അരീക്കോട് എന്തോ ആവശ്യത്തിന് വന്നപ്പോൾ വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.